ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ വലയിട്ടായിരുന്നേ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വലയിട്ടിട്ട് ഇന്ന് രാവിലെ എടുത്തു. അപ്പോൾ ഇടണതും എടുക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇടണത് ഞാൻ അറിഞ്ഞില്ല. എടുത്തപ്പോൾ ഞാൻ ഉറക്കായിരുന്നു. അപ്പോൾ എന്തായാലും എടുത്തു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഫോണും എടുത്തോണ്ട് പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു സിലോപ്പിയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ സിലോപ്പി കുറച്ച് സിലോപ്പിയും പിന്നെ നമുക്ക് കറി വെക്കാനുള്ളതാണ് കേട്ടോ കിട്ടിയേക്കണേ. പിന്നെ ഇപ്പം മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഞണ്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞണ്ടുകാരൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വലിയ ഞണ്ട് ഒരെണ്ണം എടുത്ത് വെക്കണം. അപ്പോൾ ഇപ്പോൾ കാണുന്നത് കുഞ്ഞു ഞണ്ടാണ്. ഈ ഞണ്ടും അതിൻ്റെ കൂടെ തന്നെ ഒരു കരിമീനും കൂടി കാണാം. അപ്പം എന്തായാലും ഇതൊക്കെ പോട്ടെ, കുറച്ചും കൂടി വലിയ ഞണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം ഉള്ളത് ഇതിൽ എക്സ്ട്രാ ഉള്ളത്. അപ്പം അതെന്തായാലും എടുത്തിട്ട് ആ ചേട്ടൻ വരുമ്പോഴത്തേക്കും നമുക്കത് കൊടുക്കുമ്പോഴത്തേക്കും പൈസ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഞണ്ടാണ് എടുക്കുന്നത്. അത് കുറച്ച് ടാസ്ക്കാണ്, കാരണം ഇതിലൊക്കെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും. അതൊക്കെ ഒന്ന് വലിച്ച് എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതെന്തായാലും ഒന്ന് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കടി കിട്ടാതെ നോക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുത്ത് അതൊന്ന് വലിച്ച് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ കത്രികയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാനും അച്ചായും കൂടിയിട്ടാണ് അത് രണ്ടും ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തത്. അപ്പോൾ ഇതാണ് കാല് കൊണ്ടൊക്കെ ഒരു ഞെറുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഞാൻ കത്രികയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കുറേയൊക്കെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളത് പുറത്തേക്ക് എടുത്തിട്ടോ. നമ്മൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ വന്നായിരുന്നു. പിന്നെ നമ്മൾ ആ ചേട്ടനെ കൊണ്ട് കൊടുത്തപ്പോൾ ആ ചേട്ടൻ തന്നെ ആ കെട്ടിയൊക്കെ എടുത്തത്. കെട്ടിയിട്ട് അത് തൂക്കി അപ്പം അതിൻ്റെ പൈസയൊക്കെ നമുക്ക് തന്നു. പൈസയൊക്കെ തന്നിട്ട് ചേട്ടൻ അങ്ങ് പോയി. ഇതാ പിന്നെ നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത്. 3-4 സിലോപ്പി ഉണ്ട്, പിന്നെ ഒരു കരിമീനുണ്ട്. കരിമീൻ വലിയ കരിമീനാണ്. ഒരു കരിമീൻ വലുതാണ്, ഒരു കരിമീൻ ചെറുതാണ്. അപ്പം പിന്നെ ഞണ്ടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും നമ്മൾ മീനെല്ലാം എടുത്ത് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഞണ്ടൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. അപ്പം ഞണ്ട് വൃത്തിയാക്കുന്നത് പെട്ടെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ നമ്മൾ പുറം വശമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം. അതിൻ്റെ സൈഡിലുള്ള അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് പൊളിക്കണം. അപ്പം ഇൻ കേസ് പൊളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു തട്ട് കൊടുത്താൽ മതി. എവിടെയെങ്കിലും ഒന്ന് തട്ടി കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പെട്ടെന്ന് പൊളിഞ്ഞു വരും. അപ്പോൾ പൊളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതിങ്ങനെ സൈഡിൽ നിന്ന് പൊളിച്ചെടുക്കണം. ഇത് പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സംഭവമുണ്ട്, അതും കൂടി അങ്ങ് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞണ്ടങ്ങ് വൃത്തിയായി കിട്ടും. പിന്നെ അത് മുറിച്ചെടുത്താൽ മതി. അങ്ങനെയാണ് ക്ലീനാക്കി എടുക്കേണ്ടത്. അപ്പം ഞണ്ടെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ടേ. കണ്ട എല്ലാം ഞണ്ടും ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് കറി വെക്കാം. ഞണ്ടിലേക്ക് ഉപ്പ്, പുളി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഫസ്റ്റ് അത് വെന്ത് വരട്ടെ. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കരുത്, നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ ആക്കിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വറ്റിയും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. ഇനി പൊടി ഐറ്റംസ് ആയിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രം ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ച ചൊവയൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് ആ ഞണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് നന്നായിട്ട് ഫ്രൈ ആകണം, നന്നായിട്ടൊന്ന് ഡ്രൈ ആകണം. കാരണം ആ വെള്ളത്തിൻ്റെ അംശം ഫുൾ അങ്ങ് ഡ്രൈ ആയി കിട്ടണം. അപ്പോഴാണ് ഞാൻ ഈ അതുപോലെ ഇട്ടത് ഓർത്തത്. പിന്നെ അത് കുറച്ച് പൊട്ടിച്ച് അതിൻ്റെ മാംസം മാത്രമായിട്ട് ഇടാമെന്ന് ഓർത്തിട്ട് അപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ട് അതങ്ങ് പൊട്ടിച്ച് മാംസം മാത്രമായിട്ടൊക്കെ ആക്കി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചോറ് എടുത്ത് കുറച്ച് വഴുതനങ്ങ മെഴുക്കുവരട്ടിയും ഞണ്ട് ഒലത്തിയതും അതുപോലെ കുറച്ച് മോര് താളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു. അത്രയേ ഉള്ളൂ. ബൈ.